ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയില്ലല്ലോ. പരിശോധിച്ചു നോക്കൂ, ഒരു പ്രവാചകനും ഗലീലയിൽ നിന്ന് വരുന്നില്ല എന്ന് അപ്പോൾ മനസ്സിലാകും. അന്ന് വേദലിഖിതങ്ങളുടെ സഹായത്തോടെ ക്രിസ്തുവിനെ കണ്ടെത്താൻ ശ്രമിച്ചവർക്ക് അതിന് കഴിഞ്ഞില്ല. പ്രിയരെ, വിശപ്പുള്ളവനെ നിന്റെ അപ്പം നുറുക്കിക്കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതുമാണ് ദൈവത്തിന് പ്രസാദകരമായ നോമ്പ് എന്ന് നമുക്കറിയാം. എന്നിട്ടും ഉപവാസവും പ്രാർത്ഥനകളുമായി നോമ്പിൻ്റെ നാളുകളിൽ നമ്മൾ മുന്നോട്ടു പോകുമ്പോൾ നാം വേദലിഖിതങ്ങളിലൂടെ മാത്രമല്ല പ്രവൃത്തികളിലൂടെയും ദൈവത്തെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. എന്തെന്നാൽ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ആത്മാവില്ലാത്ത ശരീരം പോലെ നിർജീവമാണെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ.